ആ നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ഉനൈസ് എന്ന ഒരു മലയാളി. അപ്പൊ എന്താ പേര്? ആയിഷ. നന്നായിട്ട് മലയാളം പറയും, വയനാട്ടുകാരൻ അല്ലേ? ഹായ്, നമസ്കാരം. ഞാൻ സതീഷ് വയനാട്, വണ്ടിമലയും. ഞാനേ ഇതുവഴി പോകുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ചയിലൊരു വലിയ കൗതുകം, വലിയൊരു അനുഭവം ഒക്കെ ഉണ്ട്, ഒരു ജീവിതാനുഭവം. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അത് വലിയൊരു സന്ദേശം നൽകുന്നൊരു സംഭവമാണ്. അത് നിങ്ങളെന്താ അറിയണം. ഓക്കെ, എന്നാ വരൂ. അപ്പൊ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് കാഴ്ച. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഇത് മണ്ണാണോ? ചപ്പാത്തി. എല്ലാ സാധനവും, ചപ്പാത്തി, ദോശ, ഫിഷ്, എല്ലാ ഐറ്റംസും ഉണ്ടാക്കാന്നാ പറയുന്നത്. ഇത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇത് മണ്ണ്. ഇവര് സംസാരിക്കാൻ കഴിയാത്ത ആളുകളാണ് കേട്ടോ. അപ്പൊ ഇവർക്ക് സംസാരിക്കാൻ, ഇവരെ ആംഗ്യ ഭാഷയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അവരുടെ വീട് മൈസൂരാന്നാ പറയുന്നത്, മൈസൂർ. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ പറയുന്ന മലയാളം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. മൈസൂരാണ്, മൈസൂർ സ്വദേശികളാണ്. പക്ഷെ ഞാൻ പറയുന്ന മലയാളം എങ്ങനെ മനസ്സിലാകുന്നതെന്ന് അറിയോ? അതിനൊരു കാരണമുണ്ട് കേട്ടോ. കാരണം അവരുടെ ഹസ്ബൻഡ് മലയാളിയാണ്. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ട്. വീഡിയോ എടുക്കാൻ കൂടി വിചാരിച്ചാണ്. 100 രൂപ നല്ലതാണ്, രണ്ടുപേർക്ക് സംസാരിക്കാൻ പറ്റില്ല. മൈസൂരിൽ നിന്നുള്ള വാങ്ങിച്ചോളൂ. പക്ഷെ നല്ല സാധനം കേട്ടോ. ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളത്, നേരത്തെ ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചിട്ടില്ല. ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നു ആദ്യമൊക്കെ. പിന്നെ അന്വേഷിച്ച് നടന്ന കുറേ ആൾക്കാരുണ്ട്. ഗ്യാസിലും എല്ലാറ്റിലും വെക്കാൻ പറ്റും. 100 രൂപയുള്ളൂ. പിന്നെ അവർക്കൊരു സഹായം കൂടി ആവും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മുതലാണ് കേട്ടോ, സംഭവം മുതലാ. നല്ല കേട്ടോ, സംഭവം നല്ല സാധനം. അത് എന്താണ് പേര്? ആയിഷ. ഓക്കെ, ആയിഷ എന്നാണ് പേര്. ഹസ്ബൻഡിന്റെ പേര് ഉനൈസ്. ഹസ്ബൻഡിന്റെ പേര് ഉനൈസ്. ഇത് ബ്രദർ രമേശ്. ഓക്കെ, താങ്ക് യു. ബ്രദർ അത്ര സംസാരിക്കില്ല, അവരുടെ അത്ര പോലും സംസാരിക്കില്ല കേട്ടോ. ഇവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു മലയാളി ഇവരെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നല്ല സന്മനസ്സുള്ള ഒരു ആള് നമ്മുടെ നാട്ടിലേക്ക് ഒരു കന്നഡ ദേശക്കാരിനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ കണ്ടിട്ടുള്ള ഒരു വലിയ പ്രത്യേകത കേട്ടോ. അതും സംസാരിക്കാത്ത 2 ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നല്ല മനസ്സിന് ഉടമയുണ്ട്. ആ ഉടമയെ നമുക്കൊന്ന് കാണണ്ടേ? ഒരു ആങ്ങളെയും ഒരു പെങ്ങളെയും ഒരുമിച്ച് ഒരു നാട്ടിലേക്ക് സംരക്ഷണത്തിനായിട്ട് ഒരാൾ ഏറ്റെടുത്തിരിക്കുന്നു, ഒരു മലയാളി. ആ മലയാളിനെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? ആ നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ഉനൈസ് എന്ന ഒരു മലയാളി യുവാവ് ഈ വാഹനത്തിനുള്ളിലുണ്ട്. നമുക്കൊന്ന് കാണണ്ടേ? ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഉനൈസ് അല്ലേ? ഉനൈസ് നമ്മുടെ ഇവിടുത്തെ ആളാണ്, കേരളത്തിലെ. നന്നായിട്ട് മലയാളം പറയും, വയനാട്ടുകാരൻ അല്ലേ? എന്തോ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ കണ്ടുമുട്ടലിട്ടോ. ക്ഷീണിച്ചിരിക്കുകയായിരുന്നോ? ക്ഷീണം കൊണ്ട് എന്താ അറിയോ, പണി ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഉനൈസിനെ ഒന്ന് കണ്ടുമുട്ടിയത്. എനിക്ക് കണ്ടുമുട്ടിയപ്പോൾ ഉനൈസ് എന്തൊക്കെയോ കുറച്ച് വളരെ നല്ല മനസ്സ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. അതൊന്ന് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് സൈഡാക്കിയതാണ്. ഒന്ന് ചോദിക്കട്ടെ, എന്താണ് ഉനൈസിന് ജോലി? കൂലിപ്പണിയായിട്ടുള്ള ഉനൈസ് നമ്മുടെ നാട്ടിലെ ഒരാള് കർണാടകയിലെ കൊടുകിൽ നിന്നും ഒരു കന്നഡ ദേശക്കാരിനെ കല്യാണം കഴിച്ച് നമ്മുടെ വയനാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും എനിക്ക് അതിശയം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഈ ഉനൈസ് നന്നായി സംസാരിക്കുന്ന ഈ ഉനൈസ്
പാവം ഒരു സംസാര ശേഷി കുറച്ച് കുറവുള്ള ഒരു ഒരു യുവതിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഭയങ്കര വലിയ നന്മയാണ് കാണിച്ചിരിക്കുന്നത്. അവരുടെ ബ്രദറിനെയും ആയിഷയുടെ അത്ര പോലും സംസാരിക്കാൻ കഴിയാത്ത ആളാണ് രമേശ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും സംരക്ഷിക്കുന്ന ഒരു വലിയ മനസ്സിനുടമയാണ്. ചെറിയൊരു വരുമാനത്തിന് വേണ്ടി, ഒരു വരുമാനം കൂട്ടിയെടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഈ വഴിവക്കിൽ അവരുടെ വൈഫിനൊരു ചെറിയൊരു ജോലി ഏർപ്പാടാക്കി കൊടുത്ത് ചെറിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ നല്ലൊരു ഉൽപ്പന്നം അവർ വിറ്റഴിക്കുന്നുണ്ട്, വെറും 100 രൂപ. അപ്പോൾ ആയിഷയ്ക്കും ഉനൈസിനും ഒരു കുഞ്ഞു മോനുണ്ട്. ഒരു മോൻ തന്നെയാണ് കേട്ടോ. എന്താണെന്നറിയോ, ഈ 2 കമ്മൽ കണ്ടപ്പോൾ എനിക്ക് മോളാണെന്ന് വിചാരിച്ചു. എന്താ പേര്? എന്റെ പേര് മലയാളം അറിയോ? കാമൻ എന്നാണ് പേര്. മോൻ നന്ന് സംസാരിക്കും കേട്ടോ. ഇങ്ങനെ കമ്മൽ കണ്ടപ്പോഴേ, അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചപ്പോ എനിക്ക് എന്താ പറഞ്ഞ്, ഇത് കമ്മല് എന്താണ് കൊടുകില് ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെന്നാ പറയുന്നത് അല്ലേ? കൊടുകില് ആൺകുട്ടികൾക്കും ഇങ്ങനെ കമ്മലിട്ട് കൊടുക്കും പോലും. അത് അങ്ങനെയാണ് അല്ലേ? എത്ര കാലം ഇട്ട് കൊടുക്കും? അത് ഒരു 8 വയസ്സ് വരെ. നമ്മളീ പറയുന്ന വോയിസ് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. മൈക്ക് ഇരിക്കട്ടെ, വിലേസിന് ഇരിക്കട്ടെ. അപ്പോ വിലേസ് 8 വയസ്സാകുന്നവരെ ഇട്ട് കൊടുക്കും. 8 വയസ്സാകുന്നവരെ ഇട്ട് കൊടുക്കും. ഇപ്പൊ ബാലവാടി ചേർത്താനായോ? ചേർത്താനായി. 3 വയസ്സ് കഴിഞ്ഞു. 3 വയസ്സ് കഴിഞ്ഞു. മലയാളം സംസാരിക്കുമോ? കുറച്ച് സംസാരിക്കും. കന്നഡി സംസാരിക്കും. രണ്ടും കൂടി സംസാരിക്കും അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ കച്ചവടം? എങ്ങനെയുണ്ട്? കച്ചവടം കുഴപ്പമില്ല. കച്ചവടം എങ്ങനെ ഉഷാറായിട്ട് പോകുന്നു? പറഞ്ഞു ഇവിടെ നിന്നിട്ടുള്ളൂ. എങ്ങനെ ഇന്നിപ്പോ ഇവിടേക്ക് വന്നിട്ടുള്ളൂ. ഇവിടേക്ക് ഇന്നിട്ടുള്ളൂ. വേറെ ജോലിയുണ്ട്. അവർക്ക് സമയം ഒരു ഇതിന് വേണ്ടിട്ട് ഇട്ടതാ, ടൈം പാസിന് വേണ്ടിട്ട് ഒരു സമയം പോക്ക്. വളരെ നല്ല കാര്യം. ഇത് ഒരു പ്രചോദനമാവണം കേട്ടോ. അറിയോ, നമ്മൾ അറിയേണ്ട കാര്യം ഇതാണ്. ഇവര് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ആ കച്ചവടം ചെയ്യുന്നത്. ആ കച്ചവടം ചെയ്യുന്ന അവർക്ക് അതിന് കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കഴിയും. ഈ ഉനൈസ് കൊടുകുന്ന് ഒരു യുവതിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ഈ കല്യാണം കഴിച്ചു കൊണ്ടുവന്നുള്ള കുട്ടി സംസാരശേഷി കുറച്ച് കുറവുള്ള ആളാണ്. അവരുടെ ബ്രദറിനും അങ്ങനെ തന്നെയാണ്. ബ്രദറിന് കുറച്ചും കൂടി സംസാരശേഷി കുറച്ചും കൂടി കുറവാണ്. ഒരു കുട്ടിയുണ്ട്. ഇവരെ രണ്ടുപേരെയും സംരക്ഷിക്കുന്നുണ്ട് ഈ ഉനൈസ് വേറെ ജോലിക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഈ ഉനൈസിന്റെ ഈ ഒരു ദൗത്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാ രീതിയിലും. അത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? കണ്ടറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉനൈസിനെ അല്ലേ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ കാഴ്ചകളുമായിട്ട് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ അനേസേ, നമുക്ക് എപ്പോഴേലൊക്കെ കാണാം കേട്ടോ. ഇടയിലൊക്കെ ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി കേട്ടോ. താങ്ക് യു. ഓക്കെ, ഹായ് ടാറ്റാ.